ശത്രുതയുണ്ട് ശത്രുതയുണ്ട്. ശത്രു സംഹാരം ഉടനെ നടത്തണം. എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി 4 താറാമുട്ടകൾ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം 12 മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം. എഴുതാൻ അറിയാമോ? അറിയാമോ? മൂർത്തിത്തെ പരിചരിത അക്ഷരതോ പത്മ പുനർജന്മന അജ്ഞാത്ത വൃതാംഗത. പിന്നെ ഏതെങ്കിലും 2 അനാഥ ചെറുപ്പക്കാർക്ക് 6 മാസത്തേക്ക് 3 നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക. ബാക്കി പറയാം. ഓ ഷെയർ എടുത്തോട്ട് 50-50 50 പിടിക്കുക. അപ്പൊ ദേവസേട്ടാ, അടുത്ത ആഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവ് കൂടിയതായിക്കോട്ടെ. അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചെലവ് കൂടിയത്. അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും. മനസ്സിലല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എത്തി ഞാൻ കെടുത്തിയത്, ഇല്ലെങ്കിൽ വീട് കത്തിക്കും. ദൈവമേ, ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. സാറാമ്മച്ചേട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാണ്. അവര് മാത്രമല്ല, ആ ജോലിക്കാരി ശാന്തി ഉറക്കമായി. ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ അറിയാതെ ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ. അറിയാതെ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം, പകുതി ബുൾസൈ ആക്കാം. ഇവിടെ മൊത്തം തോറുപോലും കാണുന്നില്ലല്ലോ. കുഴിച്ചപ്പോ കിണറാവാറായി. ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്? സാറാമ്മ ചരിത്രത്തിൽ ചോദിച്ചാലോ? പോയി ചോദിച്ചിട്ടോ. ഒറ്റ തൊഴി വെച്ചോ. എവിടുന്നാ ഈ മുട്ട? ഇത് താറാവുകൾ ഇടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളാം. ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ല, പിന്നെ താത്ത മുട്ട ഇടൂടാ. എവിടെയാണ് ഈ മുട്ട? നാലെണ്ണം കൂടി നമ്മുടെ കടയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നാണല്ലേ? താത്ത ഞങ്ങളല്ല, ഇവര് 2 രൂപ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയാണ്. ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്. തിന്നോ തിന്നോ. ആമ്പിള്ളേർക്ക് ഓംലേറ്റ് അത്ര നല്ലതല്ല. താത്തയെ പറ്റിച്ച് നിൽക്കട്ടെ. ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഓംലേറ്റ് താതാക്കളാ? ബോംബെയിൽ താതാക്കളെന്ന് കേട്ടിട്ടുണ്ട്. ഓംലേറ്റ് താതാക്കളെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു. കുക്കിംഗ് വലിയ എന്തായാലും ഇനി 6 മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ വേണ്ട. നിനക്ക് വേണ്ടായിരിക്കും. എനിക്ക് ഭക്ഷണമില്ലാതെ 6 മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല. അതല്ല, ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ടെന്ന്. ഇനി മുതൽ സാറാമ്മച്ചേട്ടത്തിയുടെ വക ഫ്രീ. അങ്ങനെ തെളിച്ചു പറ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ. നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഒരു ധാരണ നീങ്ങണം. ആ എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ? കച്ചവടം കച്ചവടം അത് നേരം വെളുത്തല്ലേ ഉള്ളു. മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ. മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കോ, ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതെന്താ? കുക്കിംഗ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂലേ? 2 പരിപ്പോടെ ഒരു ചായ, ഒരു പഴപ്പൊരി, 2 ചായ, 2 ചായ 3 പഴപ്പൊരി, പിന്നെ ദോശയും ഇറച്ചിയും. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോ ഞങ്ങൾ പോട്ടെ. വരട്ടെ സാർ. ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ പോവും. പോയിക്കോ. നിക്കുന്ന അല്ല, 2 ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ എന്താ സാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മടിയാണ്. അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിന്റെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഓത്തിന് ചപ്പാ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? വാ വാ. എന്താ ഈ കാര്യം? കഴിക്കും മക്കളെ, നല്ലോണം കഴിക്കും. വെള്ളം കുടിക്കുമോനെ, കുടിക്കുമോനെ, വെള്ളം കുടിക്കേ.
ഇവന്മാരും നമ്മളെക്കാൾ പക്കാ ഫ്രോഡുകളാ. യവന്മാരെ ഒതുക്കാനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട് ബാല. കറി കൊടുക്കുക ചേച്ചി. നല്ലോണം കുഴച്ചടി. പോവാം. കമ്പനി കമ്പിച്ചിരിക്കുന്നു. ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം. ചുട്ടുന്നാടാ കിട്ടുന്ന കാശ്. മന്ത്രമില്ല, മന്ത്രജാലമില്ല. ആർക്കൂട്ടാം, ആർക്കൂട്ടാം, ആർക്കൂട്ടാം. മയമില്ല, കളപ്പില്ല, മന്ത്രമില്ല, മന്ത്രജാലമില്ല. കിട്ടും. പുറത്തു കൂട്ടിയാൽ കമ്പനി കഴിക്കും. ധൈര്യമായിട്ട് 100 രൂപ വെച്ചു ധൈര്യാനൊപ്പം പഠിക്കാൻ പോവുകയാണ്. കമ്പനി കഴിച്ചിരിക്കുന്നു. 5 വെച്ച 10, 10 വെച്ചാൽ 20, 20 വെച്ചാൽ 40. ആർക്ക് വേണമെന്നില്ല. കായമില്ല, മലപ്പില്ല. ഒറ്റക്കുത്തിന് പോകുന്ന 100 അല്ല, കിട്ടുന്നു 100. സുഹൃത്തുക്കളെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണെന്ന്. ഒരു കളവല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ തന്നെ തൊട്ട് നോക്കൂ, പരിശോധിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. വെറുതെ കിട്ടിയ പിന്നാക്കം നിന്നത് ജനങ്ങളാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സാരമില്ല, നിങ്ങളിത് തൊട്ട് നോക്കൂ സുഹൃത്തുക്കളെ, തൊട്ട് നോക്കൂ. പഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ച് കൊഞ്ചലിന്റെ കാഞ്ചന സിംകാസിൽ നിന്ന് പുഞ്ചയുടെ പെഞ്ചാമര വീശി വീശി ഇന്ത്യക്കാരനെയും പുഞ്ചപ്പാറിനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവൂർ നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവ് കുഞ്ചനും മഞ്ചേരി രഞ്ജനുമാടാ ഞങ്ങൾ. പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി 5 നാൾ 15,000 പേരെ തഞ്ചത്തൽ റാഞ്ച് കാഞ്ചി വലിച്ച് കഞ്ചൻജംഗയിൽ സഞ്ചയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ജനും കുഞ്ചനുമാടാ കൊഞ്ചെ. നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഫ്രണ്ട്സുകളാ. അപ്പൊ ഇനി മുതൽ ഈ ഫ്രോഡുകളെല്ലാം ഒരു കുട കീഴിലാണ് നിൽക്കുന്നത്. അല്ല, നമ്മൾ 4 പേരുള്ള സ്ഥിതിക്ക് ഒരു 2 കുടയെങ്കിലും വേണ്ടി വരില്ലേ? ഏടാ, നല്ല നോളജ്. ഞാൻ മലയാളത്തിലെ ഒരു പ്രയോഗം പറഞ്ഞു. അത് ശരി. പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരാ. നമ്മളൊക്കെ ഇല്ല, ചിലരല്ല, ഒരാൾ. അയ്യോ, പുറകെ ഉണ്ട്. നമ്മുടെ രാഘവേട്ടനല്ല ഓടി വരുന്നത്. വട്ടതിന്റെ അർമ്മ. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറ. ഒരാളിപ്പോ അങ്ങോട്ട് ഓടി വരുന്നു കേട്ടോ. ഒരു കതറിട്ടാളാണ്. ഇപ്പൊ പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് കയറി പോയി. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുന്ന പറഞ്ഞത്. ഹലോ മിസ്റ്റർ പുഷ്പുൾ, ഇറങ്ങി വന്നാലും. അയ്യോ, താങ്ക് യു. അല്ല, വന്നവർ സാറിനെ ഓടിച്ചിട്ടെന്തിനാ? ചാരായം കിട്ടാത്തതുകൊണ്ട് വാർണിഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ്, എന്ത് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം. നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എന്താ? ഫ്രോഡ് പോസിറ്റീവ്. സോ ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ്. We are one. അപ്പൊ ജയ് ഫ്രോഡ്.